സ്വരം വികസിക്കാനും ഒക്കെ ഉള്ള വളരെതാണ്. അപ്പോൾ ഒരു സമ്മാനം കൊണ്ടോ മറ്റോ ഒരു വിരാമം ഇടേണ്ട ഒരു കാര്യമല്ല. ഏതായാലും സമ്മാനം കിട്ടിയവരോടും ഞാൻ പ്രത്യേകം പറയണേ, കിട്ടാത്തവർ തികച്ചും പ്രഗത്ഭരല്ല എന്നല്ല അർത്ഥം. ജീവിതരഥുകളിൽ ഇനി വഴികൾ മുന്നോട്ട് കിടക്കുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലൊക്കെ ഇനിയും വഴി മുന്നോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും സാധനം ചെയ്യുക. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഭാവിയെ നമ്മൾ കാണുമ്പോൾ തന്നെ സംഗീതത്തിന് മേഘമാല രാഗം ആലപിച്ചിട്ട് മഴ പെയ്തിട്ടുണ്ടെന്നുള്ള ചരിത്രമുണ്ട്. ഇത് മാത്രമല്ല, ആരോ കണ്ട് ബോംബെയിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ അവിടെ കടൽത്തീരത്ത് കിടന്നു. അത്ര വളരെ വിഷാദപരിതനായി കിടക്കുമ്പോഴത്ര ട്രാൻസിസ്റ്ററിന് ഏതോ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് ഒഴുകി വരുന്നത് കേട്ട് ഇനി അതിലേ ലയിച്ചു പോയപ്പോൾ ഇത് തോന്നിയത് ജീവിതം എന്തിനാ അവസാനിപ്പിക്കുന്നത്, ലോകത്ത് സുന്ദരമായ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തിരിച്ചു വന്ന പോലെ അത് സംഗീതത്തിന് പല വിധത്തിലുള്ള കഴിവുകളുണ്ടെന്ന് പറയുന്നത് എല്ലാ കലകൾക്കും തന്നെ. അപ്പം ഇത് ആർക്കും പാടാം, ആർക്കും കിട്ടുന്നതല്ല, പക്ഷെ എല്ലാവരിലും അന്തർലീനമായി കിടക്കുന്ന ചില കഴിവുകളുണ്ട്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് ഒരു സമ്മോഹന പ്രതീക്ഷയോടെ തന്നെ നമ്മളൊരു പൈണിമല കയറുമ്പോൾ നമുക്ക് കാലുകൾ തളരും, ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എങ്കിലും പക്ഷെ നമ്മൾ കയറും എന്താ വെച്ചാൽ അവിടുത്തെ ഭഗവാൻ എന്നുള്ളത് നമ്മുടെ നല്ലൊരു ഇതാണ്, പ്രതീക്ഷയാണ്, സമ്മാന പ്രതീക്ഷയാണ്. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് മുകളിലെത്തും. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ സംഗീതമായാലും ഏത് കലകളായാലും ബുദ്ധിമുട്ടാണ്ട് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. അത് കാലം ശരിയല്ല, അത് സമയം ശരിയല്ല. ഇത് പലരും പറയും അതുകൊണ്ട് അവർക്ക് സമ്മാനം കിട്ടിയില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രയത്നം തന്നെയാണ് എല്ലാറ്റിലും മുന്നിൽ നിൽക്കേണ്ടത്. പ്രയത്നവും വേണം, പ്രോത്സാഹനം വേണം. നമ്മുടെ മടി എന്ന ദുശീലം ആദ്യം മാറ്റിവെക്കും. അത് എനിക്കൊക്കെ അതാണ് മടി എന്ന ദുശീലയോടെ എൻ്റെ 40 കൊല്ലം മുമ്പ് എഴുതി വെച്ച നോവലാണ്. 30 വർഷത്തിന് മുമ്പ് എഴുതിയ നോവലാണ്. അന്നത് കുടുംബ അവാർഡിന് വെച്ചപ്പോൾ നിരീക്ഷണം വരെ ചെറുകഥകൾ മലയാള നാട്ടിൽ മാതൃഭൂമിയിലൊക്കെ എഴുതി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇന്ത്യയിലല്ല, പുറത്ത് രാജ്യത്തിൻ്റെ ഹസ്ബൻഡിനോട് ജീവിക്കുന്ന സമയത്താണ് പത്മരാജനും പി വത്സരയ്ക്കൊക്കെ സമ്മാനത്തിൻ്റെ കാലഘട്ടത്തിൽ അവാർഡിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതാണ്. സമ്മാനമായില്ലെങ്കിലും എന്നെ അദ്ദേഹം എൻ്റെ എഴുത്തുപടിയുണ്ട് പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞു, രാജേശ്വരി അതവിടെ അടിവരയിട്ട് അവസാനിപ്പിക്കരുത്, ഒന്ന് അതിനെ എഡിറ്റ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞു. എൻ്റെ അനിവാര്യമായ ചില കുടുംബനാഥത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചില മനസ്സംഘർഷങ്ങൾക്കിടയിൽ ഞാനത് വിട്ടുപോയി. അതിനെപ്പറ്റി കംപ്ലീറ്റ് മറന്നു. പിന്നീടാണ് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ അത് ഇതാണ് കലക്ടർ സാറ് വായിക്കാൻ ദേവിയെ കണ്ടപ്പോൾ എൻ്റെ മകൾ നർത്തിനി ദേവിയോട് പറഞ്ഞപ്പോൾ വളരെ ഫെമിലിയറായി തോന്നുന്നു പേരാണ് പറഞ്ഞു. അദ്ദേഹം കഥ എഴുതുന്നതാണ്, എൻ്റെ അമ്മ എഴുതുന്ന പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കുറച്ച് കഥകൾ തരാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞിട്ട് അമ്മയുടെ ഒരു നോവൽ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് പൂർണ്ണമാക്കി വെച്ചതാണ്, ഇൻകംപ്ലീറ്റ്. അപ്പോൾ പറഞ്ഞു ഇത് തരുമോ പറഞ്ഞ് കയ്യെഴുത്ത് പ്രതിയാണ്. കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ കഥകൾ മാറ്റാറുണ്ട്. അദ്ദേഹം എനിക്ക് അയച്ചു കൊടുത്തപ്പോൾ വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ അയച്ചു മാഡം നിങ്ങൾ 30 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു, ഇനിയെങ്കിലും വൈകിക്കാതെ അത് ചെയ്യുമെന്ന്. കയ്യെഴുത്ത് പ്രതി ഞാനത് കമ്പ്യൂട്ടറിൽ ആക്കാൻ വേണ്ടി വേറോടെ പോയി വളരെ ബുദ്ധിമുട്ടി. എന്നുവെച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല. അതിൻ്റെ അജ്ഞാനം കാരണം അത് കുറേ ബുദ്ധിമുട്ടി. ഒരുവിധം അതിനെ മുഴുവനാക്കി എടുത്തു വെച്ചു. അങ്ങനെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണം നടന്നു. ചില അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അത് വീണ്ടും അവിടെ നിർത്തി വെച്ചു. പക്ഷെ എന്തുകൊണ്ട് ആ നോവലിൻ്റെ പഠിപ്പും അത് ഉണ്ണി വരുന്നതിനും മതിയാണ്. മുടക്കങ്ങൾ ഒരുപാട് വന്നു. അതിൻ്റെ തുടക്കത്തിൽ പല മുടക്കങ്ങൾ. പിന്നീടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷം ഏകാന്തതയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മകളുടെ ഒരുപാട് ശകാരവർഷം കിട്ടാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല വാക്കി പറഞ്ഞു, അമ്മയെ ലോൺലിനെസ്സിനെ പറ്റി സംസാരിക്കുക, ദൈവം തന്നെ കഴിഞ്ഞിരുന്നു, അമ്മ അതിനെ എടുത്തിട്ട് ഒന്നും കൂടിയിട്ട് ശരിയാക്കും. പിന്നീടാണ് പ്രിന്റ് ചെയ്യണം കമ്പ്യൂട്ടർ അഭ്യാസത്തിന് അങ്ങനെ വന്നപ്പോഴാണ് ആരോ മിസ്റ്റർ ഉണ്ണി വരുന്നതിനെ പരിചയപ്പെടാനിടയായി. അങ്ങനെ വന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ട് അത് പ്രിന്റ് ചെയ്തു. പക്ഷെ ഞാൻ കാലഘട്ടപ്പെട്ടില്ല എന്ന് ഓവി ഋഷിയും കുറച്ച് വായിച്ചപ്പോൾ പറഞ്ഞു. എൻ്റെ സഹോദരത്തിൻ്റെ ഞാൻ വീത രാധാകൃഷ്ണൻ അത് കാലഘട്ടപ്പെട്ട വർഷം കഴിഞ്ഞാണ്. ഞാൻ യാതൊരു എഡിറ്റിങ്ങും നടത്തിയില്ല. കാരണം എഡിറ്റ് ചെയ്ത അന്നത്തെ കാലഘട്ടത്തിൽ സാർവത്രികമല്ല, നമ്മുടെ ചുരിദാരോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എഴുതിയ ഒരു നോവലായതുകൊണ്ട് അതിന് വല്ല മാറ്റങ്ങൾ വരുത്തിയാൽ അന്നത്തെ പേരിന് പോലും വ്യത്യാസമുണ്ട്. പോലെ രാജേഷും ദിനേഷും അവരൊന്നും അല്ല അങ്ങനെയുള്ള പേരുകൾ. ഞാൻ യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ഞാനപ്പോൾ മാധവം മേടിച്ച് വെച്ച് കൊണ്ടൊന്ന് അയച്ചു തരും. എൻ്റെ കുട്ടിയുടെയൊക്കെ നോവലാണ് നമ്മൾ വേഗം പ്രസിദ്ധീകരിക്കും. ഇതിപ്പോൾ അത്രത്തോളം പ്രസിദ്ധമല്ലാത്തവരെ വായിച്ചു നോക്കട്ടെ പറഞ്ഞു. വായിച്ചവർ ഒരു മാസത്തിനോട് ഉത്തരം പറഞ്ഞു.
ചില എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗ് മീൻസ് ചില കമ്പ്യൂട്ടർ പ്രിന്റിൻ്റെ തെറ്റുണ്ട്. ഇപ്പം സമാധാനം കഴിഞ്ഞാൽ മാ 2-3 തവണ മാ വരണം. അതുപോലെ പല അക്ഷരത്തെറ്റുകളും തെറ്റിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നിടുന്നത്. അതൊന്നും ഇനി അവിടെ നിന്നും സഹായിച്ച് ഞാനത് എഴുതി കൊടുത്തു. മാതൃഭൂമിക്ക് അയക്കുന്നതാണ് അത് ചെയ്തിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഈ അവസാനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിലെന്ന് പറയാം. അപ്പോൾ എങ്കിലും നമ്മുടെ അന്ത്യാമത്തിൻ്റെ വെളിച്ചം നമ്മുടെ സൗഹൃദങ്ങളും ഒക്കെ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് മുന്നിലിരിക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ അന്നും ഇന്നും വളരെ ക്ലോസാണ്. ഞങ്ങൾ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും, പരസ്പരം പറയും, പരസ്പരം സാന്ത്വനമാണ്, പരസ്പരം ചിലപ്പോൾ പരിഭവിക്കും. എങ്കിലും ഈ പരിഭവങ്ങളിലൊക്കെ കിടക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു സാന്ത്വന സ്പർശമുണ്ടല്ലോ, ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഞാൻ പ്രാഗൽഭ്യമൊന്നുമില്ല പ്രസംഗിക്കാൻ. പല വേദികളും ഇങ്ങനെ ചെറിയത് പറയുന്നുണ്ട്, സമയത്തിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇനി കുട്ടികളോടും എനിക്ക് പറയാൻ വന്നേ ഉള്ളൂ. കിട്ടിയ എല്ലാവരോടും ഈ സംഗീതത്തിൻ്റെ ഇനി നിങ്ങളുടെ ഒരു ലതാ മങ്കേഷ്കറോ ടി സുശീല യേശുദാസോ പലരും അവിടെ ഭംഗിക്കെടുക്കുന്നുണ്ടാവും. അതിലേക്ക് ഉണർത്തിക്കൊണ്ടുവരും. ഇനി എല്ലാ സർവ്വഭാവുകങ്ങളും കുട്ടികൾക്ക് മാത്രമല്ല ഇത് സംഘടിപ്പിച്ച എൻ്റെ മകൻ്റെ തുല്യമായ പുത്ര സമാനായ ഉണ്ണി തന്നെ എത്തിച്ചേർന്നില്ല.